ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏത് നിമിഷവും. യുദ്ധത്തിന് മുന്നോടിയായി ബഹിരാകാശത്ത് ഇറാൻ 3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബഹിരാകാശത്ത് ഇറാൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ തിരിച്ചറിയാനാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതെന്ന് ഇസ്രായേലി മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയുടെ സഹായത്തോടു കൂടി ഇറാൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ഇസ്രായേലിനെ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു. ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള അനുമതി വാങ്ങിയതും ശ്രദ്ധേയം. ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ട്രംപ് ഉറപ്പിച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ആയിരിക്കില്ല, ഇറാനായിരിക്കും ആദ്യം ആക്രമിക്കുക എന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൽ ഖൊമൈനി ഭരണത്തിനെതിരെ മിതവാദികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധം ഇറാൻ ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നു. ആ പ്രതിഷേധത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇറാൻ തീക്കളി കളിക്കും എന്നാണ് ഇസ്രായേലി മാധ്യമമായ ജെറുസലേം പോസ്റ്റ് പറയുന്നത്. ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ആയുധ കേന്ദ്രങ്ങളും തകർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് ഇറാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അതിവേഗം ഒരാക്രമണം ഇറാൻ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബഹിരാകാശത്ത് 3 ഉപഗ്രഹങ്ങൾ ഇറാൻ വിക്ഷേപിച്ചത് ഈ ആക്രമണം നടത്തുന്നതിൻ്റെ മുന്നോടിയാണെന്ന് ജെറുസലേം പോസ്റ്റ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേലിൻ്റെ മാധ്യമം തന്നെയാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ തദ്ദേശീയമായി ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട്. അതാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. മാത്രമല്ല, ഡ്രോണുകളുടെ വൻ ശേഖരം തന്നെ ഇറാനുണ്ട്. കടന്നൽക്കൂട്ടം പോലെ ഇളകി വരുന്ന ഡ്രോണുകൾ ഇറാന്റെ കരുത്താണ്. ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമത്തെ തകർക്കാൻ ഇസ്രായേൽ ഒരാക്രമണം നടത്തുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ജെറുസലേം പോസ്റ്റ് പറയുന്നത് ഇറാൻ അതിനു മുമ്പ് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ്. ഇറാൻ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ ഒരു യുദ്ധം ഇപ്പോൾ അനിവാര്യമാണ് എന്നാണ്. മൊസാദിന്റെ ചാരപ്രവർത്തനമാണ് ഇറാനിൽ മിതവാദികളുടെ പ്രതിഷേധം ഉയരാൻ കാരണമെന്ന് ഇറാൻ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ ചാരപ്രവർത്തനം അവസാനിപ്പിക്കാനും തങ്ങളുടെ ജനതയെ ഒറ്റക്കെട്ടാക്കി നിർത്താനും ഖൊമൈനിക്ക് ഒരു യുദ്ധം അനിവാര്യമാണ്. ആ യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം. അതിൻ്റെ ആദ്യ സൂചനയാണ് ബഹിരാകാശത്ത് ഇറാൻ നിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ. റഷ്യയുടെ പൂർണ്ണ സഹായം ഇറാനുണ്ട് എന്നതും ശ്രദ്ധേയം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും ഭയപ്പെടുത്തുന്നു. മുമ്പ് ഇസ്രായേൽ യുദ്ധമുണ്ടായപ്പോൾ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചിരുന്നു. അതിന് തിരിച്ചടിയായി ഇറാൻ ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചു. അതോടുകൂടിയാണ് യുദ്ധത്തിന് താൽക്കാലിക വിരാമമായത്. ആ യുദ്ധത്തിൽ അവസാന മിസൈലും ഇസ്രായേൽ നിക്ഷേപിച്ചുകൊണ്ടാണ് സമാധാനത്തിന് ഇറാൻ ഒരുങ്ങിയത് എന്നതും ശ്രദ്ധേയം. ഇറാന് ഇപ്പോഴും ആയുധ ശേഖരമുണ്ട്. അവർ ഏത് നിമിഷവും ആക്രമിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. ഇതാണ് ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ തയ്യാറായി നിൽക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ആയുധ ശേഖരവും നശിപ്പിക്കുകയാണ് ഫൈറ്റർ ജെറ്റുകളുടെ ലക്ഷ്യം. അങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഇസ്രായേലിനെ അങ്ങോട്ട് കയറി അടിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത. ശത്രുവിനെ മടയിൽ കയറി അടിക്കുക, മടയിൽ കയറി അടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ പ്രഹരം ശത്രുവിന് ഏൽപ്പിക്കുക, അതാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും യുദ്ധം കനക്കും യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടുകയും അത് ഒരു രൂക്ഷ യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്.
ജെറുസലേം പോസ്റ്റിൻ്റെ റിപ്പോർട്ട് ഇസ്രായേൽ ഭരണകൂടം ഗൗരവമായി തന്നെ എടുത്തിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ഇപ്പോൾ അനിവാര്യമാണ്. ഏതു തരത്തിലായാലും തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ആഭ്യന്തര വിപ്ലവം, ആ വിപ്ലവത്തെ അടിച്ചമർത്താതെ ആ വിപ്ലവത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഒരു യുദ്ധം, ആ യുദ്ധം ഇറാൻ നടത്തും എന്ന് തന്നെയാണ് ജെറുസലേം പോസ്റ്റ് പറയുന്നത്. എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധം അനിവാര്യമാണ്. പുതുവർഷം സമാധാനപരമായിരിക്കില്ല ഇറാനിലും ഇസ്രായേലിലും.